വൈകിട്ട് 6 മണിയോടെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അൽക്കൂസിലെ ലേബർ ക്യാമ്പ് സന്ദർശിച്ചത്. കൈയടിച്ചും ആർപ്പുവിളികളോടെയും മുഖ്യമന്ത്രിയെ തൊഴിലാളികൾ വരവേറ്റു. പ്രവാസി തൊഴിലാളികളുടെ ജീവിത പരിസരവും മറ്റും അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. തുടർന്ന് ലേബർ ക്യാമ്പിലെ തൊഴിലാളികളോടായി അദ്ദേഹം സംസാരിച്ചു. കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വഴിവെച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രവാസികളുടെ പിന്തുണയും സഹായവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സഹോദരങ്ങളുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പച്ചപ്പിന് ഏറ്റവും വലിയ ഘടകമായി നിൽക്കുന്നത്. അത്തരമൊരു സംഭാവന നാടിന് നൽകുന്ന ഒരു വിഭാഗത്തിന് അതേ രീതിയിൽ തിരിച്ച് നന്ദി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലാലോ എന്ന മനസ്താപം എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിരുന്നു. കൂടാതെ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആവശ്യമായ സഹായ നടപടികൾ കൂടുതൽ ത്വരിതപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി വ്യക്തമാക്കി. പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആവശ്യമായ സഹായ നടപടികൾ കൂടുതൽ ത്വരിതപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം എങ്ങനെയൊക്കെ എന്നുള്ളത് ഇപ്പോൾ വിശദീകരിക്കാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ട അനുഭവം തൊഴിലാളികളും പങ്കുവച്ചു. ഒരുപാട് സന്തോഷമുണ്ട് മന്ത്രിയെ കണ്ടതിൽ. നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. വലിയ ഉപകാരമുണ്ട്. സഖാവിനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട് സംസാരിച്ചു. നമ്മൾ കൈ കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മന്ത്രി നമ്മളെ ക്യാമ്പ് കാണാനും ഞങ്ങളായിട്ട് മീറ്റ് ചെയ്യാനുള്ള വലിയ അനുഗ്രഹമുണ്ട്. വലിയ സന്തോഷമുണ്ട് നമുക്ക്. ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുരളീധരൻ, ദുബായ് സ്മാർട്ട് സിറ്റി സിഇഒ ജാബിർ ബിൻ ഹാഫിസ് എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ക്യാമറമാൻ റഫീഖ് കരിമ്പലിനോടൊപ്പം സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്. ऐसा बात कीजिए पीछे देखिए